അംഗനവാടി ക്രഷാണ് കേരളത്തിലെ ആദ്യത്തേതും കൊച്ചി നഗരസഭയിലെ ആദ്യത്തേതുമാണ്. 25 കുട്ടികൾക്ക് നമുക്കിവിടെ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ആ പുതിയതായിട്ട് മേയർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ക്രഷ് എന്നറിയും. വാട്ടർ സൈക്കിൾ ഡയറി കൊച്ചിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ തേവരയിലാണ്. തേവരയിൽ അംഗനവാടി കം ക്രഷ്, ഒരുപാട് കുട്ടികളും ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ട്. ഹലോ 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 അംഗനവാടി നേരത്തെ തൊട്ടടുത്താണ് അംഗൻവാടി. ഇതിപ്പോൾ പുതിയ ക്രഷായിട്ട് തുടങ്ങിയേക്കണേന് നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞു. നമ്മൾ 15-ാം തീയതി തുടങ്ങിയത് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് 7 to 7 പറഞ്ഞിരിക്കുന്നത്. 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 6 മാസം മുതൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അമ്മമാർക്കൊരു സഹായം, ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊരു സഹായം. നമുക്ക് ഫുഡെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതായത് ന്യൂട്രീഷൻ ഫുഡായിരിക്കും നമ്മൾ ഇവിടെ നൽകുന്നത്. കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു പോകുന്നൊരു ഇടം. ചെറിയ കുട്ടികളാകുമ്പോൾ താരാട്ട് പാടി ഉറക്കുകയും, പിന്നെ വലിയ കുട്ടികളാകുമ്പോൾ ഇവിടെ കളിസ്ഥാനമുണ്ട്, അതൊക്കെ വെച്ച് കളിപ്പിക്കുകയും, പിന്നെ മോറലായിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കും. ഇവിടെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ക്രഷ് നോക്കുകയെങ്കിൽ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ. അത് പക്ഷെ വൈകിട്ട് ആ അംഗനവാടി വിടും. അപ്പം അങ്ങനെ ബാക്കിയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ആ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ജോലിക്ക് പോയതാണെങ്കിൽ അവരെ കൂടി 7 മണി വരെ നോക്കൂ അല്ലേ? ക്രഷ് നടത്തുമ്പോൾ എപ്പോഴും അംഗനവാടിയോട് ചേർന്നായിരിക്കണം നടത്തേണ്ടത്. അപ്പം അങ്ങനെ വന്നപ്പോൾ തേവരയിൽ തന്നെ, പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടു. നേരത്തെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കോർപ്പറേഷൻ ഫണ്ട് കൊണ്ട് മാത്രമല്ല ഇത് നടപ്പാക്കുന്നത്. സ്പോൺസർഷിപ്പ് ഫണ്ട്, എല്ലാ കാര്യവും നമുക്ക് കോർപ്പറേഷൻ മാത്രം നടപ്പാക്കില്ല. സ്പോൺസർഷിപ്പ് എല്ലാം വെച്ച് കാണുക. ഇവരുടെ സന്തോഷമുള്ള നമുക്ക് ഏറ്റവും കുട്ടികളെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ളത് നമ്മൾ മാതൃകയാണ്. കേരളം എല്ലാത്തിനും ഒരു മാതൃകയാണ്. കുറേ അധികം സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ, രക്ഷാകർത്താക്കൾ ഇവിടെ ജോലിക്കായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളും കൂടി നമ്മുടെ അംഗൻവാടിയിലുണ്ട്. അപ്പം മലയാളം സംസാരിക്കുന്നവരാണെങ്കിലും കുട്ടികളോട് സംസാരിക്കുന്നതിന് വേണ്ടി ടീച്ചർമാർ സ്വന്തമായിട്ട് എന്താ പറയുക, യൂട്യൂബും ഒക്കെ നോക്കി ഹിന്ദി പഠിച്ച് സംസാരിക്കുകയാണ്. ഇപ്പം പാട്ടുകളും ഒക്കെ ടീച്ചർമാർ അതുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. ഹിന്ദി അറിയുന്ന ആളുകളുണ്ട്, പക്ഷേ ഹിന്ദി അറിയാത്ത ആളുകൾ ഹിന്ദി പഠിക്കുകയും ഹിന്ദി പാട്ടുകൾ പഠിക്കുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം കൂടി നമ്മുടെ അംഗനവാടികളിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വാട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു കൊച്ചിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.